വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അപ്പം മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഏതാണ് ആ കൺസെപ്റ്റ്? സിമ്പിളാണ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മൾ ഫിസിക്സിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിക്കുമ്പം അപ്പം ചോദിക്കും സ്കേലാർ ആണോ വെക്ടർ ആണോ? എപ്പം നോക്കിയാലും ചോദിക്കും അല്ലേ? അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതെങ്ങനെയാണ് സ്കേലാർ എന്ന് പറയുന്നത്, ഇതെങ്ങനെയാണ് വെക്ടർ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലർക്കെങ്കിലും ഈ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഈ കൺഫ്യൂഷൻ ഇന്നത്തെ ക്ലാസ്സോടെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അത്രയും ഈസി ആയിട്ട് സിമ്പിളായിട്ടാണ് ഇന്ന് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടല്ലോ. ഒരു ആപ്പിൾ ഇവിടെ ഇല്ലേ? ഈ ആപ്പിളിനെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറയും? എനിക്ക് മിസ്സിന് ഈ ആപ്പിളിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറയും? യെസ്, ഈ ആപ്പിള് ഉരുണ്ടിട്ടാണ് അല്ലേ, റൗണ്ട് ഷേപ്പാണ്. പിന്നെ എന്ത് പറയാം? യെസ്, ഇതിന് റെഡ് കളറാണ്. പിന്നെ എന്ത് പറയാൻ പറ്റും? ഇതിന് വേണമെങ്കിൽ ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതൊരു 100 ഗ്രാം വെയിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലേ? അങ്ങനെ ഈ ആപ്പിളിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇപ്പം മിസ് പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ ഈ ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പം മിസ്സിനെ പറ്റി നോക്കാം. അപ്പം മിസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മിസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, യെസ്, അഞ്ജു മിസ്സിന് 167 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. പിന്നെ എന്ത് പറയാൻ പറ്റും? 55 kg വെയിറ്റ് ഉണ്ട് അല്ലേ? ഇങ്ങനെ മിസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അല്ലേ? മിസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പം പറഞ്ഞത്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, എന്നാൽ ചില പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. ഇപ്പം മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ്സിൻ്റെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ മിസ്സിൻ്റെ ഫീലിങ്സ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇപ്പം മിസ്സ് സാഡ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ മിസ്സ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ആംഗ്രിയിലിരിക്കുകയാണ്. അതിങ്ങനെ അളക്കാൻ പറ്റുമോ? മിസ്സിന് ഇത്ര കിലോ ദേഷ്യമുണ്ട്, ഇത്ര കിലോ ഹാപ്പിനെസ് ഉണ്ട്, അങ്ങനെ അളക്കാൻ പറ്റുമോ? മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ മിസ്സിൻ്റെ ഹൈറ്റ് വെയിറ്റ് ഇപ്പോൾ ഹെയറിൻ്റെ ലെങ്ത്ത് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സിമ്പിൾ ഒന്നുമില്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നു? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എനി ഫിസിക്കൽ പ്രോപ്പർട്ടി that can be measured and expressed in numbers. ക്ലിയർ ആയല്ലോ? ഒരു ക്വാണ്ടിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, അളക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയും മക്കളെ? അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളുടെ അടുത്ത പോയിന്റിലേക്ക് എത്തിയില്ല. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റി, രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയായിട്ട് നമ്മളുടെ ഫിസിക്സ് വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഏതൊരു ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, അത് സ്കേലാർ ആണോ, അത് വെക്റ്റർ ആണോ അല്ലേ? അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റി, രണ്ടാമത്തത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ രണ്ട് ക്വാണ്ടിറ്റികൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ് ഈ സ്കേലാർ ക്വാണ്ടിറ്റി? എങ്ങനെയാണ് നമ്മളൊരു ക്വാണ്ടിറ്റി കണ്ട അത് സ്കേലാർ ആണോ അത് വെക്റ്റർ ആണോ എന്ന് മനസ്സിലാക്കുക? ഇതല്ലേ നമുക്ക് പ്രശ്നമുള്ളേ? അതും നമ്മളിപ്പം ക്ലിയർ ആക്കും മക്കളെ. ഇപ്പം നിങ്ങളെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ 10ാം ക്ലാസ് ഫുൾ A+ കിട്ടിയ കുറച്ച് കുട്ടികൾ, അവരെ അനുമോദിക്കുന്ന അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യണം അവരെ വിജയം നമ്മളെ നാളെ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് നാളെ എവിടെ വെച്ച് നടക്കുന്നുണ്ട്? നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അവിടെ പോകണം. അപ്പം നിങ്ങൾ ലൊക്കേഷനൊക്കെ തന്നിട്ടുണ്ട്, എവിടെയാണ് ഹാളിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്നും
1 കിലോമീറ്റർ ദൂരത്താണ് ഈ ഹോള് സ്ഥിതി ചെയ്യുന്നത്. പോരാത്തതിന് ഈസ്റ്റ് ഡയറക്ഷനിലുമാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? ഹോളിൽ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, 1 കിലോമീറ്റർ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അളവ് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെയോ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഈസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മളുടെ ഹോൾ ഇരിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസിനെയാണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മിസ് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, എക്സാമ്പിളാണ്. ഇനി സ്കേലാർ എന്താന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ ഈ അനുമോദന ചടങ്ങുള്ള ഹാളിലേക്ക് നിങ്ങൾ എത്തി. അപ്പോൾ അവിടെ ഹാളിൽ എത്തിയപ്പം ഫ്രണ്ടിൽ തന്നെ കുറേ കാറ്ററിംഗ് ബോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ജ്യൂസ് വിതരണം ചെയ്യുന്നുണ്ട്. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വരുന്നവർക്കൊക്കെ ജ്യൂസ് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/2 ലിറ്റർ ബോട്ടിലിൽ ജ്യൂസ് തന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പറയും, യെസ്, ജ്യൂസ് എത്രയാണുള്ളത്? 1/2 ലിറ്റർ ജ്യൂസ് തന്നിട്ടുണ്ടായി. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ അവിടെ വരുന്നവർക്കൊക്കെ ജ്യൂസ് തന്നിട്ടുണ്ടായി. അത് നല്ലൊരു കാര്യമായി എന്ന് പറയും അല്ലേ? അപ്പം നിങ്ങൾ എന്താ പറയുക? 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ജ്യൂസ് തന്നത്. അവിടെ 1/2 ലിറ്റർ ഡയറക്ഷൻ പറയുന്നുണ്ടോ? 1/2 ലിറ്റർ ഈസ്റ്റ് ഡയറക്ഷൻ, 1/2 ലിറ്റർ വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? അവിടെ കറക്റ്റ് അളവ് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? അപ്പം വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് എപ്പോഴും എന്തിനാണ് പറയുന്നത്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരികയാണെങ്കിൽ അതിനെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. എന്ത് പറയും മക്കളെ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി സ്കേലാർ എപ്പോഴാ? മാഗ്നിറ്റ്യൂഡ് മാത്രം മെൻഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അളവ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ഇപ്പം ടെമ്പറേച്ചറിന് നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ടോ? ഇത്ര ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് വെസ്റ്റ് ഡയറക്ഷൻ, അങ്ങനെ ഡയറക്ഷൻ പറയുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ കറക്റ്റ് അളവ് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? അപ്പോൾ അത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് എന്താ സ്കേലാറും വെക്ടറും നോക്കാം. യെസ്, നമ്മൾ പറഞ്ഞ കാര്യം. സ്കേലാർ ക്വാണ്ടിറ്റി എന്താ? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് only magnitude but no direction are called scalar quantities. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ടെമ്പറേച്ചർ, മാസ്, എനർജി, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ടെമ്പറേച്ചറിൻ്റെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എനർജി ആയാലും ടൈം ആയാലും ഡിസ്റ്റൻസ് ആയാലും സ്പീഡ് ആയാലും ഇതിനൊന്നും നമ്മൾ ഡയറക്ഷൻ പറയുന്നില്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്? കറക്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ, ഒരു അളവ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്ത് ക്വാണ്ടിറ്റീസ് ആണ് മക്കളെ? സ്കേലാർ ക്വാണ്ടിറ്റീസ്. എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. ക്ലിയർ ആയല്ലോ? സെറ്റ് അല്ലേ? ഇനി വെക്റ്റർ ക്വാണ്ടിറ്റി എന്താന്ന് നോക്കാം. അതും നമ്മൾ പറഞ്ഞു. യെസ്, a vector quantity is a physical quantity that has both magnitude and direction. മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ? അല്ല, ഡയറക്ഷനും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ എക്സാമ്പിൾ എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി നമ്മൾ പറയുമ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ പറയാറുള്ളത്? ഇന്ന ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് പറയാറില്ലേ? അപ്പം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മെൻഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ എന്ത് പറയും? യെസ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? വെലോസിറ്റി ഉണ്ട്, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇനി പഠിക്കുമ്പം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ അതോ അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് സെറ്റായല്ലോ? സിമ്പിൾ അല്ലേ?